ആകാശവാണി വാർത്താ വീക്ഷണം. പുതിയ ഭരണത്തിന് തുടക്കം. കേരള മന്ത്രിസഭ അധികാരത്തിൽ. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം സുധിൻ സൈനുദ്ദീൻ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിങ്ങിക്കൂടിയ ജനസഞ്ചയത്തെ സാക്ഷിയാക്കിയായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവനാമത്തിൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു. വൻ കരഘോഷത്തോടെയായിരുന്നു VD സതീശന്റെ മന്ത്രിസ്ഥാനത്തേക്കുള്ള സ്ഥാനാരോഹണം സദസ്സ് ആഘോഷമാക്കിയത്. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത VD സതീശനെ ഗവർണർ പൂച്ചൊണ്ട് നൽകി അഭിനന്ദിച്ചു. ചടങ്ങ് വീക്ഷിക്കാൻ സ്റ്റേഡിയത്തിനകത്തും പുറത്തും വൻ ജനക്കൂട്ടമായിരുന്നു. രാവിലെ 10 മണിക്ക് ആരംഭിച്ച സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ വന്ദേമാതരം ആലപിച്ചാണ് തുടങ്ങിയത്. തുടർന്ന് ചീഫ് സെക്രട്ടറി K ജയതിലക് VD സതീശനെ സത്യപ്രതിജ്ഞയ്ക്കായി ക്ഷണിച്ചു. ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. മുഖ്യമന്ത്രിക്ക് പിന്നാലെ മന്ത്രിസഭയിലെ മറ്റ് 20 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മുഖ്യമന്ത്രി ഉൾപ്പെടെ 14 പേർ പുതുമുഖങ്ങളാണ്. VVIPകളുടെ നീണ്ട നിര തന്നെ ചടങ്ങിനെത്തിയിരുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങി നേതാക്കളും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ, BJP സംസ്ഥാന പ്രസിഡന്റും നേമം MLAയുമായ രാജീവ് ചന്ദ്രശേഖർ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവരും ചടങ്ങിനെത്തി. മുഖ്യമന്ത്രിക്ക് ശേഷം രണ്ടാമനായാണ് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി സത്യപ്രതിജ്ഞ ചെയ്തത്. മന്ത്രിസഭയിലെ മൂന്നാമനായി മുതിർന്ന കോൺഗ്രസ് നേതാവും ഹരിപ്പാട് നിയോജക മണ്ഡലത്തിലെ പ്രതിനിധിയുമായ രമേശ് ചെന്നിത്തല സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. KPCC തലപ്പത്ത് നിന്ന് പേരാവൂർ മണ്ഡലത്തിലെ നിയമസഭാ സാമാജികനായ സണ്ണി ജോസഫും മന്ത്രിയായി അധികാരമേറ്റു. മുൻ മുഖ്യമന്ത്രി K കരുണാകരന്റെ മകനും കോൺഗ്രസ് നേതാവുമായ K മുരളീധരൻ ഇത് 2ാം തവണയാണ് മന്ത്രിയാകുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ നേതാവായ മോൻസ് ജോസഫും സത്യവാചകം ചൊല്ലി അധികാരമേറ്റു. മോൻസ് കടുത്തുരുത്തി പ്രതിനിധിയായിട്ടാണ് മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. ഷിബു ബേബി ജോണും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചവറയിൽ നിന്ന് 3ാം തവണയാണ് ഷിബു ബേബി ജോൺ വിജയിച്ചത്. 2011 ഉമ്മൻചാണ്ടി സർക്കാരിൽ തൊഴിൽ മന്ത്രിയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്ത് നിന്ന് വിജയിച്ച CP ജോണും അധികാരമേറ്റ് മന്ത്രിസഭയുടെ ഭാഗമായി. വണ്ടൂരിൽ നിന്ന് തുടർച്ചയായി 6 തവണ വിജയിച്ചാണ് AP അനിൽകുമാറും VD സതീശൻ മന്ത്രിസഭയുടെ ഭാഗമാകുന്നത്. കായംകുളത്ത് നിന്ന് ആദ്യ ജയം കരസ്ഥമാക്കിയ M ലിജുവും മന്ത്രിസഭയുടെ ഭാഗമായി. പാലക്കാട് ജില്ലയിലെ ആദ്യ വനിതാ മന്ത്രിയായി KA തുളസിയും ചരിത്രമെഴുതി. കന്നിപ്പോരാട്ടത്തിൽ ജയം നേടി മന്ത്രിസഭയിൽ പ്രവേശിച്ച OJ ജനീഷ് മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാണ്. OJ ജനീഷാണ് അവസാനം സത്യപ്രതിജ്ഞ ചെയ്തത്. ബിന്ദു കൃഷ്ണ, PC വിഷ്ണുനാഥ്, T സിദ്ദീഖ്, റോജി M ജോൺ, PK ബഷീർ, N ഷംസുദ്ദീൻ, KM ഷാജി, VE അബ്ദുൽ ഗഫൂർ എന്നിവരും സത്യപ്രതിജ്ഞ ചെയ്തു. K മുരളീധരൻ ഇംഗ്ലീഷിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഷിബു ബേബി ജോണും CP ജോണും ദൃഢപ്രതിജ്ഞയെടുത്തു. മറ്റുള്ളവർ ദൈവനാമത്തിലും സത്യപ്രതിജ്ഞ ചെയ്തു. സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പുലർച്ചെ മുതൽ പ്രവർത്തകർ എത്തിത്തുടങ്ങിയിരുന്നു. രാവിലെ 9 മണിക്ക് മുൻപ് തന്നെ സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞു. മുഖ്യമന്ത്രി ഉൾപ്പെടെ കോൺഗ്രസിന് 12 മന്ത്രിമാരാണുള്ളത്. ലീഗിലെ 5 മന്ത്രിമാരും കേരള കോൺഗ്രസ് RSP, CMP, കേരള കോൺഗ്രസ് ജേക്കബ് എന്നീ കക്ഷികളിലെ ഓരോ മന്ത്രിമാരുമാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. കേരളത്തിലെ ശ്രദ്ധേയനായ കോൺഗ്രസ് നേതാവാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രി VD സതീശൻ. കഴിഞ്ഞ സഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്നു. എറണാകുളം ജില്ലയിലെ പറവൂരിൽ ജനിച്ച അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നുവന്നത്. KSU, യൂത്ത് കോൺഗ്രസ് തുടങ്ങിയ സംഘടനകളിൽ സജീവമായി പ്രവർത്തിച്ച അദ്ദേഹം പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളിൽ ഒരാളായി ഉയർന്നു. 2001 പറവൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട VD സതീശൻ പിന്നീട് തുടർച്ചയായി ജനവിധി തേടി. നിയമസഭയിലെ ശക്തമായ പ്രസംഗങ്ങളും ഭരണകക്ഷിക്കെതിരായ വിമർശനങ്ങളും അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കി. അഴിമതി വിരുദ്ധ നിലപാടുകളും ജനകീയ വിഷയങ്ങളിലെ ഇടപെടലുകളും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ പ്രധാന സവിശേഷതകളാണ്. 2021 അദ്ദേഹം കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു. നിയമസഭയിൽ ഭരണകക്ഷിയെ ശക്തമായി ചോദ്യം ചെയ്യുന്ന പ്രതിപക്ഷ ശബ്ദമായി VD സതീശൻ മാറി. പാർട്ടിയിൽ തലമുറ മാറ്റത്തിന്റെ പ്രതീകമായി VD സതീശന്റെ ഉയർച്ച വിലയിരുത്തപ്പെട്ടു. യുവജനങ്ങൾക്കും സാധാരണ ജനങ്ങൾക്കും വേണ്ടിയുള്ള വിഷയങ്ങൾ നിയമസഭയിൽ ശക്തമായി ഉന്നയിക്കുന്ന നേതാവെന്ന ഖ്യാതിയും അദ്ദേഹത്തിനുണ്ട്.
ലളിതമായ പെരുമാറ്റവും ശക്തമായ രാഷ്ട്രീയ നിലപാടുകളും അദ്ദേഹത്തെ കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖ നേതാക്കളിൽ ഒരാളാക്കി മാറ്റി. നിയമ ബിരുദാനന്തര ബിരുദവും ഹൈക്കോടതിയിലെ അഭിഭാഷക പരിചയവുമുള്ള അദ്ദേഹം സഭയിലെ മികച്ച ഒരു വാഗ്മിയായി തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ടാണ് UDF സർക്കാരിന്റെ ഭരണം ആരംഭിച്ചത്. KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര ജൂൺ 15 മുതലെന്ന് ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. വിശദാംശങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുന്നതിലും തീരുമാനമായി. രാജ്യത്ത് ആദ്യമായാണ് പ്രത്യേക വകുപ്പ് വയോജനങ്ങൾക്കായി നടപ്പിലാക്കുന്നതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആശാ വർക്കർമാരുടെ ഓണറേറിയം ആദ്യഘട്ടമെന്ന നിലയിൽ 3000 രൂപ വർദ്ധിപ്പിച്ചു. വിരമിക്കൽ ആനുകൂല്യം സംബന്ധിച്ചുള്ള തീരുമാനം 1 മാസത്തിനുള്ളിൽ പ്രഖ്യാപിക്കും. അംഗൻവാടി ജീവനക്കാരുടെ വേതനം 1000 രൂപ വർദ്ധിപ്പിക്കും. പാചക തൊഴിലാളികൾക്കും പ്രീ പ്രൈമറി ടീച്ചർമാർക്കും ആയമാർക്കും 1000 രൂപ വേതനം വർദ്ധിപ്പിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത VD സതീശന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മലയാളത്തിലും ഇംഗ്ലീഷിലുമായാണ് പ്രധാനമന്ത്രി തന്റെ അഭിനന്ദനം സമൂഹമാധ്യമങ്ങളിലൂടെ അറിയിച്ചത്. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനായി പുതുതായി രൂപീകൃതമായ കേരള സർക്കാരിന് കേന്ദ്ര സർക്കാർ എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഓരോ മലയാളിയുടെയും പ്രതിനിധിയായി പ്രവർത്തിക്കുന്ന VD സതീശനും മന്ത്രിസഭയ്ക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിനായി ഒന്നിച്ചു നിന്നു. അവരുടെ പ്രതീക്ഷകളും ശബ്ദവും തന്നെയായിരിക്കും ഈ സർക്കാരിനെ മുന്നോട്ട് നയിക്കുക. ഈ പ്രചാരണത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഓരോ പ്രവർത്തകനും ഡിജിറ്റൽ ടീം അംഗങ്ങൾക്കും ഈ വിജയത്തിൽ വലിയ പങ്കുണ്ടെന്ന് രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടു. ഏപ്രിൽ 9 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIM നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്തി കോൺഗ്രസ് നയിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി സംസ്ഥാന നിയമസഭയിലെ 140 സീറ്റുകളിൽ 102 എണ്ണം നേടി വൻ വിജയമാണ് നേടിയിരുന്നത്. ഒട്ടേറെ പുതിയ വാഗ്ദാനങ്ങളും പുതിയ പ്രതീക്ഷകളുമായാണ് VD സതീശൻ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കുന്നതിൽ VD സതീശൻ സജീവമായിരുന്നു. മതനിരപേക്ഷത, സാമൂഹിക നീതി, വികസനം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഭരണരീതിക്കായാണ് VD സതീശൻ ശബ്ദമുയർത്തിയിരുന്നത്. വികസനം, ജനക്ഷേമം എന്നിവ മുൻനിർത്തിയ ഭരണമാണ് ജനങ്ങൾ പുതിയ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളുടെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഭരണത്തിലൂടെ കേരളത്തെ കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കുമെന്ന പ്രതീക്ഷയാണ് ഉയരുന്നത്. യുവജനങ്ങൾക്കും സാധാരണ ജനങ്ങൾക്കും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുകയും സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് പുതിയ ദിശ നൽകുകയും ചെയ്യുന്ന ഭരണമായി ഈ സർക്കാർ മാറട്ടെ എന്നതാണ് പൊതുസമൂഹത്തിന്റെ ആഗ്രഹം. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.